നമസ്കാരം. മുൻകാല വിവാദങ്ങളുടേതിന് സമാനമായി ഉയർന്ന വിവാദത്തിൽ നിന്നും തലയൂരാൻ തന്ത്രങ്ങളുമായി മന്ത്രി ഗണേഷ് കുമാർ. ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി ക്ഷമാപണം നടത്തിയത്. ഭാര്യയുമായുള്ള പ്രശ്നം പുറത്തു വന്നതോടെ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യമടക്കം ഉയർന്നിരുന്നു. ഘടകകക്ഷികൾ ഉൾപ്പെടെ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യവും ഉയർത്തിയിരുന്നു. ഇതിനിടെയാണ് ഒത്തുതീർപ്പ് നീക്കം മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. ഗണേഷ് സംസാരിച്ചതോടെ തനിക്ക് പരാതികളില്ലെന്ന് വ്യക്തമാക്കി ബിന്ദു മേനോൻ തന്നെയാണ് രംഗത്തെത്തിയത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബിന്ദു മേനോൻ പ്രതികരിച്ചു. ഗണേഷ് ഇന്നലെ സഹോദരിയെ വിളിച്ചതായും ഇന്ന് തന്നെ വിളിച്ചതായും ബിന്ദു മേനോൻ പറഞ്ഞു. മന്ത്രി ക്ഷമാപണം നടത്തിയെന്നും തനിക്ക് പരാതിയില്ല എന്നുമാണ് ബിന്ദു മേനോൻ പറയുന്നത്. ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി വാളകത്തെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപാണ് ഗണേഷ് ഭാര്യയെ വിളിച്ച് ക്ഷമാപണം നടത്തിയത്. തുടർന്നാണ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് അടുത്തത്. ഏതാനും ദിവസങ്ങളായി സൈബർ ഇടങ്ങളിൽ നിലനിന്നിരുന്ന ആക്ഷേപങ്ങളിൽ വിശദീകരണവുമായി ഇന്നലെയാണ് മന്ത്രി രംഗത്ത് വന്നത്. മന്ത്രിയുടെ ഒരു കോൾ കാത്തിരുന്നു. തെറ്റ് ചെയ്താൽ സോറി പറയണമല്ലോ, എന്നാൽ അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് താൻ 112 വിളിച്ചത്. വട്ടുള്ളത് കൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞത്. അതിനാലാണ് വൈകാരികമായി പ്രതികരിച്ചത്. ഇന്നലെ രാത്രിയോടെ മന്ത്രി വിളിച്ചു. ഞാൻ ഫോൺ എടുക്കാത്തതിനാൽ ഹസ്ബൻഡ് എൻ്റെ സിസ്റ്ററോട് സംസാരിച്ചു. തെറ്റുപറ്റിപ്പോയെന്ന് വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത് എന്ന് ബിന്ദു മേനോൻ പറഞ്ഞു. നമുക്ക് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളുവെന്നും സംഭവിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞതായി ബിന്ദു മേനോൻ പറഞ്ഞു. ഗണേഷ് തന്നോട് മാപ്പ് പറയാനാണ് കാത്തിരുന്നത്. പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാമെന്ന് ഗണേഷ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗണേഷിനെതിരെ പരാതി നൽകില്ല. തനിക്ക് 5000 പ്രണയമുണ്ടെന്നാണ് ഗണേഷ് പറഞ്ഞത്. അത് വേദനിപ്പിച്ചു. പ്രതികാര നടപടികളൊന്നും ഉണ്ടാകില്ല. ഗണേഷിനെ ഇട്ടെറിഞ്ഞു പോകാനായിരുന്നില്ല ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നുവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. പരസ്യമായി മന്ത്രി ക്ഷമ പറയേണ്ടതില്ലല്ലോ, ഒരുമിച്ച് ജീവിക്കുന്നയാൾ താനല്ലേ എന്നും അവർ ചോദിച്ചു. ഒരു പ്രശ്നവുമില്ലാതെ ഫോൺ കോളിന് കാത്തിരുന്നത് ഹസ്ബൻഡിനെ ഇഷ്ടമായതുകൊണ്ടാണെന്നും ബിന്ദു കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കര വാളകത്തെ വീടിന്റെ കിടപ്പുമുറിയിൽ മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ചിത്രം പകർത്താൻ ശ്രമിച്ചതോടെ തന്നെ മന്ത്രിയുടെ സഹായികൾ തടഞ്ഞുവെന്നുമായിരുന്നു ബിന്ദു മേനോന്റെ ആരോപണം. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതോടെയാണ് മന്ത്രി ഇപ്പോൾ ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. തനിക്ക് പ്രണയമുണ്ടെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നുമാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. 5 അല്ല 5000 പ്രണയമുണ്ടെന്നും വട്ടുള്ളവർ പോലീസ് സഹായം തേടണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ബിന്ദു മേനോൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാണ്. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ കണ്ടത് വളരെ മോശം സാഹചര്യത്തിലാണെന്നും ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. മാധ്യമങ്ങളുടെ മുന്നിൽ തനിക്കെതിരെ ഗണേഷ് കുമാർ പറഞ്ഞതുകൊണ്ട് എല്ലാം തുറന്നു പറയുകയാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. മന്ത്രി ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ കണ്ടത് മോശം സാഹചര്യത്തിലാണ്. ഇത് പറയാൻ പോലും പറ്റാത്ത കാര്യമാണ്. മന്ത്രിയുടെ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോകളെല്ലാം കയ്യിലുണ്ട്. BJP കൗൺസിലറായ ശ്രീലേഖ തന്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞു. അന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. വീടിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാതെ വാതിലടച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ബിന്ദു മേനോൻ ഉന്നയിച്ചത്. ഇന്ന് ആരോപണങ്ങളെയൊന്നും അവർ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ തങ്ങൾ പറഞ്ഞു തീർത്തുവെന്നാണ് ബിന്ദു മേനോൻ പറയുന്നത്. തനിക്ക് ഗണേഷ് കുമാറിനെ അത്രയധികം ഇഷ്ടമാണ്. ഹസ്ബൻഡിൻ്റെ ഒരു ഫോൺ കോളിനായി കാത്തിരിക്കുകയായിരുന്നു. പൊതുമധ്യത്തിൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായി എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വിവാദങ്ങളിലേക്കില്ല എന്നാണ് ബിന്ദു മേനോൻ പറയുന്നത്.